തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നടന്ന തിരിച്ചടി അതിനെ സംബന്ധിച്ചോളം നമുക്കറിയാലോ. കോൺഗ്രസ് പ്രസിഡന്റും അത് തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കോൺഗ്രസ് ഒരു ഉപാധികളുമില്ലാത്ത പൂർണ്ണ പിന്തുണയാണ് സർക്കാരിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചടി നമ്മളെ സംബന്ധിച്ചോളം അതിനകത്ത് കോൺഗ്രസിന്റെ നിലപാട് സൈന്യം പുറത്തുവിട്ട ഇന്നത്തെ വാർത്താക്കുറിപ്പ് തന്നെയാണ്. ഏറ്റവും മെഷേർഡായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ കൃത്യമായ ടാർഗറ്റ് കണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന തിരിച്ചടിയാണ്. അത് തീർച്ചയായിട്ടും പഹൽഗാമിന് ഏറ്റവും ശക്തമായ മറുപടി തന്നെയാണ്. അത് ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. മുന്നോട്ട് പോകരുത്, എസ്കലേറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം രാജ്യം ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. യുദ്ധം നമ്മുടെ ഏറ്റവും അവസാനത്താണ്. കാരണം യുദ്ധം നമുക്ക് ജയിക്കാൻ ഒരു സംശയവുമില്ല. ജയിക്കുമെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് പരാജയപ്പെടുന്ന സാധ്യത. യുദ്ധം എപ്പോഴും പരാജയത്തിന്റെ കഥ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം വേണോ എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ആ യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഈ നടന്നിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ വെച്ച് നോക്കിയാൽ അത് നിലവിലുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ ആക്രമണം നമുക്കറിയാം. ആക്രമണത്തിന് മുൻപ് തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും ഉന്നതമായ നേതൃത്വം ഉൾപ്പെടെ ആ ആക്രമണത്തിന്റെ സൂചനകൾ നൽകിയിരുന്ന ആക്രമണമാണ്. അല്ലാതെ ഒരു ദിവസം പെട്ടെന്നുണ്ടായതല്ല. അതൊരു സൂചന നൽകിയിരുന്ന ആക്രമണം. ആ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാന്റെ ഏറ്റവും ഉന്നതമായ നേതൃത്വം തന്നെ നിരന്തരം പ്രസ്താവനകളിലൂടെ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നമ്മൾ ആണവായുധം ഉപയോഗിക്കും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് ഈ തിരിച്ചടിക്ക് ശേഷവും പറയുന്നത് സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു ടെൻഷൻ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് വളരെ കൃത്യമായിട്ട് എൻ്റെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചൈനയുടെ കൃത്യമായ സഹായത്തോടു കൂടിയാണ്. ചൈനയ്ക്ക് ഈ ഘട്ടത്തിൽ ഒരു യുദ്ധം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ചൈനയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുക. കാരണം ഇപ്പോൾ US-ഉം അതുപോലെ തന്നെ ട്രംപ് വന്നതിന് ശേഷമുള്ള ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഉൾപ്പെടെ നടക്കുമ്പോൾ ആ വ്യാപാര യുദ്ധത്തിന് മൂന്നാം ശക്തിയായിട്ട് ഉയർന്നു വരേണ്ട രാജ്യം അത് ഇന്ത്യയാണ്. കാരണം അവർ തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് ആണ് അതിനകത്തൊരു വലിയ സ്പേസ് കിട്ടാൻ പോകുന്നത്. ആ സ്പേസ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരികയും നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടർ ഉൾപ്പെടെ വലിയ രീതിയിൽ വളരാനുള്ള സാഹചര്യം ഇന്ന് നിലനിൽക്കുമ്പോൾ ആ സാധ്യതയെ ഇല്ലാതെയാക്കണമെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് വിദേശ നിക്ഷേപകരെയും ഒക്കെ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ രാജ്യത്ത് ഇപ്പോൾ ഒരു തരത്തിലുള്ള നിക്ഷേപം നടത്താത്ത രീതിയിൽ ഇന്ത്യയെ മാറ്റേണ്ടത് ചൈനയുടെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചൈനയെ സംബന്ധിച്ചോളം സായുധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓവർ പവറിംഗ് അല്ല ഇന്ത്യയുടെ മേലുള്ളത്. അവർക്ക് ആവശ്യം ഒരു ഫിനാൻഷ്യൽ ഓവർ പവറിംഗ് ആണ്. ഇന്ത്യ ഒരിക്കലും ഒരു ചാലഞ്ചായിട്ട് മുന്നിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യം മുതൽ ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിയെടുത്ത് മുതൽ ഇതിനകത്തുള്ള അവിടുത്തെ പഹൽഗാം ആക്രമണത്തിന് മുൻപ് അവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ പാകിസ്ഥാൻ ഒരിക്കലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നയമല്ല സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഇത് എസ്കലേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതും അതൊരു യുദ്ധത്തിലേക്ക് മാറണം എന്നുള്ളതും. പാകിസ്ഥാൻ ഒരു ഹിറ്റ്മാൻ ആണ്, ചൈനയുടെ ഹിറ്റ്മാൻ ആണ് ഇപ്പോൾ. അപ്പൊ ചൈനയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറം പാകിസ്ഥാന് മറ്റൊരു രാഷ്ട്രീയം ഇപ്പോൾ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്ക് അത് എസ്കലേറ്റ് ചെയ്യപ്പെടുമെന്ന് ഭയക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അത് എസ്കലേറ്റ് ചെയ്ത് ആ രീതിയിലേക്ക് വന്നാൽ നമ്മൾ സൂചിപ്പിച്ച പോലെ അത് ഇന്ത്യയെ സാമ്പത്തികമായി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു വികസനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആ യുദ്ധം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്ക് ഇത് കൊണ്ടുപോവുക ചൈനയുടെ താല്പര്യമാണെന്നും അത് പാകിസ്ഥാനിലൂടെ നടപ്പാക്കപ്പെടുകയാണ് എന്ന് വിശ്വസിക്കാനുള്ള കാരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനു മുമ്പ് ഒരു സ്ഥിരീകരിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭ്യൂഹവും ഒക്കെ ആയിട്ട് മാറിയ ഒരു വാർത്തയുണ്ടല്ലോ. ഈ ഭീകരവാദികൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ ശ്രീലങ്കയിലേക്ക് പോയി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിന് സ്വാഭാവികമായിട്ടും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അറിയാൻ പാടില്ല. ശ്രീലങ്കൻ എയർലൈൻസിന്റെ മെയിലോടുകൂടി അവിടെ അത്തരത്തിലുള്ള തിരച്ചിൽ നടന്നിരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അഭ്യൂഹങ്ങൾ ഉണ്ടായ പോലെ പഹൽഗാമിലെ